ഹലോ ട്രേഡേഴ്സ്. കറൻ്റ്ലി നമ്മൾ മാർക്കറ്റിൽ നോക്കാൻ പോകുന്നത് ഗോൾഡ് മാർക്കറ്റിൻ്റെ കറണ്ട് അപ്ഡേറ്റ്സിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 വീക്കായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുക, ഒരു കൺസോൾട്ടേഷൻ മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഇന്നലെ ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റത്തിലോട്ട് മാർക്കറ്റ് കൺവേർട്ട് ചെയ്തത് കാണാൻ പറ്റും. അതായത് ഒരു ഷോർട്ട് ടൈം ട്രെൻഡ്, അതായത് മാർക്കറ്റിൻ്റെ ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് മാർക്കറ്റ് ഒരു ഡൗൺവേർഡിലേക്ക് മൂവ്മെൻറ്റത്തിലോട്ട് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈസ് ആക്ഷൻ റേഞ്ച് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് ലൈൻ ലെവൽ മാർക്കറ്റ് ഇന്നലെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്രേക്ക് ചെയ്ത ഭാഗത്തേക്ക് മാർക്കറ്റ് അഗെയിൻ റീടെസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഡ്രോപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡ്രോപ്പിനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന്. കാരണം അതൊരു പോസിബിലിറ്റി എന്ന് മാത്രമേ നമുക്കവിടെ പറയാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു കണ്ടീഷനിൽ നമുക്കൊരു കൺഫർമേഷൻ, അതായത് സെല്ല് അഷ്യൂർഡായിട്ട് പോകുമെന്ന് പറയാനൊരു ഷുവർട്ടി എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളവിടെ എന്ത് ചെയ്യുക, ഒരു സെൽ പോസിബിലിറ്റി നമ്മളവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്ത്. അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റ് ഫോള് ജസ്റ്റ് ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് കീപ്പ് ചെയ്തിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എഗെയിൻ മാർക്കറ്റ് പമ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ മറ്റൊരു സെഗ്മെൻറ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈന് മേലെയായിട്ട് മാർക്കറ്റ് ഈ ഒരു കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ടൈം ഫ്രെയിം അനലൈസ് ചേർത്തി കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ ഓഫ് ലിക്വിഡിറ്റി നമ്മൾ ഇവിടെ നിന്ന് ചെറിയൊരു ബൈ എടുത്തിട്ടുണ്ടായി. ഈ ഒരു ലെവൽ ഓഫ് ലിക്വിഡിറ്റി വരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിക്ക് ചെറിയൊരു ബൈ പ്രൈസ് ചെയ്തിട്ടുണ്ടായി. ഈ ഒരു ലെവൽ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സെഷൻസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ലണ്ടൻ മാർക്കറ്റിൻ്റെ ഹൈ ആയിരുന്നു. ഈ ഒരു ലണ്ടൻ മാർക്കറ്റിൻ്റെ ഹൈ മാനിപ്പുലേറ്റ് ചെയ്തതിന് ശേഷം ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നിട്ടൊരു കൺഫർമേഷൻ, സെൽ കൺഫർമേഷൻ നമുക്കിവിടെ ഒരു മാർക്കറ്റ് ഷോ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കണ്ടീഷനിൽ തന്നെ മാർക്കറ്റ് ഡൗണിലോട്ട് നല്ലൊരു ഫോള് വീഴുകയാണ് നമുക്ക് ഇന്നലെ കാണാൻ പറ്റിയത്. പക്ഷേ നമുക്ക് ഈ ഒരു സെല്ല് എടുത്തോന്ന് ചോദിച്ചാൽ എടുത്തിട്ടില്ല. കാരണം ഇതൊരു പോസിബിലിറ്റി മാത്രമാണ്. ഇങ്ങനൊരു ഫോള് എന്ന് പറയുന്നത് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. കാരണം നല്ല രീതിയിലുള്ള ഫോള് വന്നത് അടുത്തൊരു 1 അവറിനുള്ളിൽ തന്നെയായിരുന്നു ഇത്രയും വലിയൊരു ഫോള് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തത്. നമുക്ക് 1 അവർ ക്യാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ ഒരു ഹ്യൂജ് ഫോള് എന്ന് പറയുന്നൊരു 1 അവർ ടൈം ഫ്രെയിമിൽ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു ഫോള് എന്തുകൊണ്ട് ട്രേഡ് എടുത്തില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നോർമലി ICT സെഗ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു സെല്ല് സ്ട്രൈറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എടുക്കാം. ആസ് എ ട്രേഡിംഗ് സെഗ്മെൻറ്റിൽ SL വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് എൻട്രിയിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാമായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു ലെവൽ ഓഫ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമ്മളൊരു ബൈ കണ്ടീഷൻസ് ആണ് നോക്കുന്നത്. കാരണം ഈ ഒരു ബൈ കണ്ടീഷൻ മാനിപ്പുലേഷൻ ശേഷം എഗെയിൻ മൂവ് അപ്പിലോട്ടുള്ള കണ്ടീഷൻ നമുക്കൊരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ആ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആസ് എ ട്രേഡർ എന്നുള്ള ആസ്പെക്റ്റിൽ നമുക്ക് ഈ ട്രേഡ് എടുക്കാമായിരുന്നു, ഒരു സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്തിട്ട്. കാരണം ഈക്വൽ ഹൈസ് അടിച്ചിട്ടുണ്ട്, റിവേഴ്സൽ ഇൻഡിക്കേഷനാണ്. പക്ഷേ നമുക്ക് ഈ ക്യാരക്ടർ ചേഞ്ച് ഉണ്ടായിരുന്നില്ല. ആ ഒരു കണ്ടീഷണൽ അപ്പുറത്തേക്ക് നമുക്കിവിടെ ഒരു ലണ്ടൻ സെഷന് ശേഷം ഈ ഒരു കണ്ടീഷൻ ഫോം ചെയ്യുമ്പോൾ ആസ് എ ട്രേഡർ കൺസെപ്റ്റിൽ എടുക്കാം. പക്ഷേ വേറെ പ്രൊഫഷൻ, അതായത് ഞാൻ ചെയ്യുന്ന പ്രൊഫഷനായിട്ട് എനിക്ക് ഇതൊരു കൺഫർമേഷനായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എനിക്കൊരു അഷ്യൂർഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ചെയ്താൽ മാത്രമേ എനിക്ക് സെൽ പൊസിഷൻസ് കാര്യങ്ങൾ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമലി ആസ് എ ട്രേഡർ ആസ്പെക്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ലണ്ടൻ സെഷൻ്റെ ലെവൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നിന്നൊരു സെൽ എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദെൻ അഗെയിൻ നമുക്ക് മാർക്കറ്റ് ഡ്രോപ്പ് വീണു. ഈ ഒരു ഡ്രോപ്പിന് ശേഷം ഞാൻ ആക്ച്വലി ചെറിയൊരു ബൈ എടുത്തിട്ടുണ്ടായി. പക്ഷേ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് അത് നോർമലി ആസ് എ ട്രേഡിംഗ് ആസ്പെക്റ്റിൽ നമ്മൾ എടുക്കുന്ന ബൈ അല്ല. അതൊരു മെറ്റൽ പർച്ചേസിൻ്റെ ബേസിൽ ആസ്പെക്റ്റിൽ നമ്മൾ എടുക്കുന്ന ബൈ കണ്ടീഷൻസ് ആണ്. ഈ ഒരു മാർക്കറ്റ് നല്ലൊരു സഡൻ ഫോൾ വീണു, മാർക്കറ്റ് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തു. സോ ഷുവർലി നമുക്ക് ഈ ഒരു റീടെസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മൂവ്മെൻറ്റും ആയിരുന്നു. അവിടെ ബൈ എടുക്കാൻ പാകത്തിന് വേറൊരു കണ്ടീഷനും കൂടി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെറിയൊരു ബൈ എടുത്തു, എക്സിറ്റ് ആയി, മാർക്കറ്റിൽ നിന്ന് ഒഴിവായി. ഇനിയിപ്പോൾ ആസ് എ ട്രേഡർ ആസ്പെക്റ്റിലോട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് എഗെയിൻ ആസ് എ ട്രേഡർ എന്നുള്ള കണ്ടീഷനിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനിയുള്ള പോസിബിലിറ്റീസ് സെല്ലിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ക്യാരക്ടർ ചേഞ്ച് ഉണ്ട്. അതായത് റിജക്ഷൻ കാണിച്ചിരിക്കുന്ന ഈക്വൽ ഹൈസിന് ശേഷം ബേസ് ലെവൽ ഓഫ് BOS, അതായത് ഇന്നർ BOS നമുക്ക് കിട്ടി. കാരണം ഈ ഒരു ലെവലായിരുന്നു പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കണ്ടീഷൻ. ആ ഒരു പ്രീവിയസ് സിംഗ്ലോ ബ്രേക്ക് ചെയ്തു, ഇന്നറായിട്ടുള്ള BOS കിട്ടിയിട്ടുണ്ട്. ഔട്ടർ BOS അതിന് മുന്നത്തെ സിംഗ്ലോ, ഈ ഒരു ഔട്ടർ BOS നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് എന്ത് ചെയ്യുക, ഓൾമോസ്റ്റ് കൺഫേം ആയി. ഇതിന് എന്ത് ചെയ്യുക, സെല്ലിംഗ് അഡീഷൻ അല്ലെങ്കിൽ ഒരു സെൽ ട്രെൻഡ് കൺഫർമേഷൻ തന്നെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മൊമെൻറ്റത്തിന് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ്, ദാറ്റ്സ് എ കറപ്ഷൻ മൊമെൻറ്റം. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, ഒരു ഡൗൺ ഫോളും മൂവ്മെൻറ്റും ഉണ്ടാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ആ ഭാഗത്തേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് നമുക്ക് കുറച്ചും കൂടി അഷ്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലെവൽ ഓഫ് സപ്പോർട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ച് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു സപ്പോർട്ടിങ് ഏരിയ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2839 ഒരു സംതിങ്, അതൊരു റൗണ്ട് ഫിഗർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ 2840. ഈ ഒരു 2840 വരെ മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്.
കുറച്ചും കൂടി നമ്മൾ ഇവിടെ നിന്നൊക്കെ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിലായിട്ട് വരും. പക്ഷേ അവിടെ നമ്മൾ നോക്കേണ്ടത് കുറച്ചും കൂടി ICT സെഗ്മെൻറ്റ്, ഇതൊരു പ്രൈസ് ആക്ഷൻ സെഗ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസസ് കമ്പാരിറ്റീവ്ലി ഹൈ ആയിരിക്കുള്ളൂ. പക്ഷേ നമ്മളത് കുറച്ചും കൂടി കണ്ണിങ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലും ക്രിയേറ്റ് ആവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവിടെ നോർമലി റീടെസ്റ്റ് കഴിഞ്ഞു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യേണ്ട, വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കുറച്ചും കൂടി കണ്ണിങ് ആയിട്ടുള്ളൊരു ലെവൽ കൂടി കിട്ടുമെന്ന് നോക്കാനായിട്ട് നമ്മൾ എന്ത് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഏരിയാസിൽ എന്തെങ്കിലും ലിക്വിഡിറ്റീസ് കാര്യങ്ങളുണ്ടോ നോക്കണം. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനൊരു റിജക്ഷൻ കൊടുത്തിട്ടാണ്. സോ ഒരു എസ്പെഷ്യലി എന്തെങ്കിലും ഒരു കൺസോൾട്ടേഷൻ മൂവ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അത് പോസിബിലിറ്റി കമ്പാരിറ്റീവ് ലോ ആയിരിക്കുള്ളൂ. കാരണം ഇത്രയും മൊമെൻറ്റം ക്രീപ്പ് ചെയ്ത് മാർക്കറ്റ് ആകുമ്പോൾ തിരിച്ച് ഈ ഒരു പർട്ടിക്കുലർ റേഞ്ച് വരെ കൺസോൾട്ടേഷൻ പിടിച്ച് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. എന്നാൽ പോലും അത് നമുക്കൊരു പോസിബിലിറ്റി തന്നെ കൺസിഡർ ചെയ്യണം. നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത പോസിബിലിറ്റി നമ്മൾ എന്താ നോക്കുന്നു, സെഷൻസ് കീപ്പ് ചെയ്തു. സെഷൻസിൽ ഒരു പോസിബിലിറ്റി വരുന്നത് ഏഷ്യൻസിന് ഹൈ ഉണ്ട്. ഈ ഒരു മാനിപ്പുലേഷന് ശേഷം മാർക്കറ്റ് ഡ്രോപ്പിന് പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ നമുക്കിപ്പോൾ വരുന്നത് ഇൻ കേസ് കുറച്ച് നേരം കൂടി കൺസോൾട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് അടുത്ത പോസിബിലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ലണ്ടൻ സെഷൻ്റെ ഹൈ ആണ്. സോ ഇഫ് എനി ചാൻസ് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലണ്ടൻ സെഷൻ്റെ ഹൈ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വരാനുള്ള ചാൻസ് കൂടി മാർക്കറ്റിലുണ്ട്. കാരണം അതിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടീഷൻ കൂടി ഉണ്ടാകുന്ന നോക്കുക. ഈക്വൽ ലെവൽസ് ടാപ്പ് ചെയ്തിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ഒരു ലെവൽ ഓഫ് സപ്പോർട്ട് ഉണ്ട്, അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് വരച്ച് വരുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് പ്രോപ്പറാണ്. സോ ഇഫ് എനി ചാൻസ് ഓഫ് കൺസോൾട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു മാനിപ്പുലേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെല്ല് ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ സെൽ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടെ നിന്നിട്ട് ഈ ഒരു റേഞ്ച് ഓഫ് മാനിപ്പുലേഷന് ശേഷം മാർക്കറ്റ് ഇതിന് മേലെ, അതായത് ഈ ഒരു റെസിസ്റ്റൻസിന് മേലെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടായിരിക്കും മാർക്കറ്റ് എന്ത് ചെയ്യാൻ നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലേക്കും ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒബിയസ്ലി നമുക്ക് ഈ ഒരു റേഞ്ചിലോട്ട് പിടിക്കാവുന്ന രീതിക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക സെല്ല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്തായാലും മാർക്കറ്റ് കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്യട്ടെ, അതിനുശേഷം നമുക്കൊരു മാനിപ്പുലേഷനോ അതർ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, കാരണം എവറി ടൈം മാർക്കറ്റ് എന്ത് ചെയ്യുക ഓരോ ടൈംസിലും മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു കണ്ടീഷനിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതൊരു കൺസോൾട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി നമ്മൾ ഈ ഒരു മാനിപ്പുലേഷനിൽ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം എവിടെ നിന്നാണ് മാർക്കറ്റിന് സെല്ല് ചെയ്യാനുള്ള അടുത്ത പോസിബിലിറ്റി കാണിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് അടുത്ത ട്രേഡിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ലെറ്റ്സ് വെയിറ്റ്. ആ ഒരു ടൈം വരെ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്തിരിക്കാം. ഇതേപോലുള്ള കറണ്ട് മാർക്കറ്റ് അപ്ഡേറ്റ്സ്, അതായത് ലൈവ് മാർക്കറ്റ് അപ്ഡേറ്റ്സിനും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വറീസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് ലൈവായിട്ട് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ വീണ്ടും ഒരു അനാലിസിസ് കാര്യങ്ങളും ക്ലാരിഫിക്കേഷൻസ് അതേപോലെ എക്സ്പ്ലനേഷൻസ് ആയിട്ട് വീണ്ടും കാണാം. സോ ബൈ.